ഹൂതികൾ ഒടുവിൽ സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം മറ്റു ഉന്നതോദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ശനിയാഴ്ചയാണ് ഹൂതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സർക്കാരിൻ്റെ പതിവ് മീറ്റിംഗിനിടെയാണ് മന്ത്രിമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ നയിക്കുന്ന യമൻ ഭരണകൂടം പ്രസ്താവനയിൽ അറിയിച്ചു. ചില മന്ത്രിമാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിനിടയിലും തടസ്സമില്ലാതെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഹൂതി ഭരണകൂടം വ്യക്തമാക്കി. എന്നാൽ ആക്രമണത്തിലൂടെ ഹൂതികളുടെ നിലപാടിനെ മാറ്റാൻ കഴിയില്ലെന്ന് യമൻ സായുധ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. ഗാസയ്ക്കുള്ള പിന്തുണ തുടരുമെന്ന് തന്നെയാണ് ഹൂതികൾ പറയുന്നത്. സാനായിലെ ഇസ്രായേൽ വ്യോമാക്രമണ പരമ്പരയെ തുടർന്നാണ് ഗാസ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ട്. തന്ത്രപ്രധാനമായ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് വെള്ളിയാഴ്ച ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ പറഞ്ഞു. സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഹൂതി ഉദ്യോഗസ്ഥർ ലക്ഷ്യമിട്ട സ്ഥലത്തുണ്ടായിരുന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്നാൽ യോഗത്തിൽ സൈനിക നേതാക്കളുടെ സാന്നിധ്യം ഹൂതി ഉദ്യോഗസ്ഥർ നിഷേധിച്ചിട്ടുണ്ട്. 2024 ഒക്ടോബർ മുതൽ സനായിലെ ഹൂതി നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി റഹാവി പ്രവർത്തിക്കുന്നു. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഏറ്റവും മുതിർന്ന ഹൂതി നേതാവാണ് അദ്ദേഹം. ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യമൻ സായുധ ഗ്രൂപ്പ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങിയത്. ചെങ്കടലിൽ കപ്പലുകളും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ യമനിൽ ആക്രമണം നടത്തിയത്. ഈ വ്യോമാക്രമണത്തിലാണ് ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം മന്ത്രാലയങ്ങളുടെ പ്രകടനം അവലോകനം ചെയ്യുന്ന ക്യാബിനറ്റ് വർക്ക്ഷോപ്പിലാണ് ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സാനയിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി. പ്രാദേശിക യമൻ മാധ്യമങ്ങൾ ഇസ്രായേലി ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമനിൽ നിന്ന് വിക്ഷേപിച്ച 2 ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായത്. ഒരു ഡ്രോൺ ഗാസയിൽ എത്തിയതായും മറ്റൊന്ന് അധിനിവേശ പലസ്തീൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുണ്ട്. ഗസയ്ക്കും ലെബനനും അപ്പുറത്തേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനും ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പ്രതിഷേധമുയർത്തി യമൻ രംഗത്ത് വന്നു. ഗസയ്ക്കും ലെബനനും അപ്പുറത്തേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് യമൻ ആരോപിക്കുന്നു. മേഖലയിലെ സർക്കാരുകളെയും പ്രസ്ഥാനങ്ങളെയും നേരിട്ട് ലക്ഷ്യം വയ്ക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കമാണ് ഈ ആക്രമണം തെളിയിക്കുന്നതെന്നും യമൻ ആരോപിക്കുന്നു.